കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പോർക്കും ഏത്തക്കായും കൂടെ നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ കുറച്ച് പോർക്ക് എടുത്ത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ഏത്തക്കായ തൊലി കളഞ്ഞ് നമുക്ക് പോർക്കും കായിട്ട് വയ്ക്കാം. തൊലി കളഞ്ഞിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വട്ടത്തിൽ നുറുക്കി എടുത്ത് പോർക്കിട്ട് വയ്ക്കാം. പോർക്ക് വിസിൽ വന്നു തുടങ്ങി ഒരു 3-4 വിസിൽ വരട്ടെ. 2 വിസിൽ വരുന്നു. ഇതിൻ്റെ തൊലി ഇങ്ങനെ കളയണം കേട്ടോ, തൊലി വേണ്ട. ഈ കായൊക്കെ പയറൊക്കെ വളർത്താൻ നല്ലതാട്ടോ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഇന്ന് വഴുതനങ്ങ ഉണ്ട്, ചാള വറുത്തതുണ്ട്, അങ്ങനെയുള്ള കറികളൊക്കെ ഉള്ളപ്പോൾ പിന്നെ എല്ലാം കൂടെ വെച്ച് ഏത്തക്കായ്ക്ക് ഭയങ്കര വിലയും ഉണ്ട്. ഇങ്ങനെ ചെറുതായിട്ട്, ഒരുപാട് ചെറുതല്ല, പോർക്കിൻ്റെ കഷ്ണം പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ഞാൻ മിക്സിയിൽ അടിച്ചത് അതിട്ടു. ഇത് മൂത്ത് വന്നു തുടങ്ങി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. കായ്ക്ക് ഒരുപാട് എരിവ് വേണ്ട. മുളക് പൊടി, കായ്ക്കുള്ള മുളക് പൊടി കേട്ടോ. ഞാൻ പോർക്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ആണ് വേവിച്ചേക്കണേ. ഉപ്പ് അല്പം. ശരിക്കും വരണ്ട് വന്ന് തുടങ്ങി നമുക്ക് പോർക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പോർക്ക് ഇനി നമ്മൾ ഇതിൽ തന്നെ അങ്ങോട്ട് കറി തന്നെ നമുക്ക് കായ ഒരു വിസിൽ കേട്ടാൽ മതി. ഒരു വിസിൽ കേൾക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കായ ഏത്തക്കായ എന്നത് മലങ്കായ പെട്ടെന്ന് വരും. അല്പം ഉപ്പിട്ട് കൊടുത്ത് കായ നമുക്ക് വേവിക്കാം. അല്പം വെള്ളം ഒഴിച്ച് ഞാൻ കായ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പോർക്ക് വെള്ളം പറ്റി വരണ്ട് വരട്ടാൻ പറ്റും. നമുക്ക് കായ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. വേറൊന്നും ഇനി ചെയ്യാനില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും വീണ്ടും നന്ദി. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.